നമ്മൾക്ക് നിരന്തരമായി മെസ്സഞ്ചറിൽ ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ പേജാണ്. ഈ പേജിൽ നമ്മൾക്ക് ഈ മുകളിലുള്ള ഈ 3 ലൈനിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിലുള്ള ഈ സെറ്റിംഗ്സ്, ഈ ചെറിയൊരു സെറ്റിംഗ്സിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മെസ്സേജിങ്, അലോ പീപ്പിൾ ടു മെസ്സേജ് യുവർ പേജ്. ഈ ഒരു സാധനം നമ്മൾ ഈ ബ്ലൂ ടിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേജിൽ നമ്മൾക്ക് ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റൂല. ഓക്കെ. പിന്നെ നമ്മൾ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രൊഫൈൽ നമ്മൾക്ക് ഇങ്ങനെയല്ല സെറ്റപ്പ് ചെയ്യേണ്ടത്. പ്രൊഫൈൽ നമ്മൾ നേരെ മെസ്സഞ്ചറിലേക്ക് പോകാം. നമ്മളെ ഫോണിലൊക്കെ മെസ്സഞ്ചർ ഉണ്ടാവുമല്ലോ, ആ മെസ്സഞ്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആരാണോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവരുടെ ചാറ്റിൽ നമ്മൾ അവരെ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പം ഇവരെ ഞാൻ സെലക്ട് ചെയ്യുക, അതായത് എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഇത്. ഇപ്പം എൻ്റെ വേറൊരു പ്രൊഫൈലിൽ നിന്നാണ് എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തത്. ഓക്കെ. എന്നിട്ട് ഇവിടെയുള്ള ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റെസ്ട്രിക്റ്റ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ബ്ലോക്കും കാണാൻ സാധിക്കും. ഈ റെസ്ട്രിക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് റിംഗ് ടൂണോ നോട്ടിഫിക്കേഷനോ ഒന്നും നമ്മൾ അറിയില്ല, കാരണം നമുക്ക് ആ ഡിസ്റ്റർബ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് മെസ്സേജ് വരും, നമ്മൾ കാണും, പക്ഷെ നമ്മൾ അവരുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല, കാരണം ഞാൻ അത് കണ്ടിട്ടുണ്ടോ ഇല്ലോ എന്ന് അവർക്കത് മനസ്സിലാവില്ല. പിന്നെ നമ്മളുടെ ആ ഗ്രീൻ ടിക്ക്, അതായത് ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് അവർക്ക് തെളിഞ്ഞിട്ടും കാണില്ല. നമ്മൾ ഓൺലൈനിൽ തന്നെ ഉണ്ടാവും, പക്ഷെ അവർക്ക് അവരുടെ ധാരണയിൽ നമ്മുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ഓഫ്ലൈനിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ റെസ്ട്രിക്ഷനെ കൊണ്ടുള്ള ഗുണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. റെസ്ട്രിക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. റെസ്ട്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, അൺഫ്രണ്ട് ആവില്ല, പക്ഷെ അവർക്ക് മെസ്സേജ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ഒരു പരിമിതി വെക്കുന്നത്. പിന്നെ ബ്ലോക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഫ്രണ്ട് ദം ഓൺ ഫേസ്ബുക്ക്, നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ടിൽ നിന്നും അവർ അൺഫ്രണ്ട് ആവും. അവർക്ക് നമ്മളെ കോളും ചെയ്യാൻ കഴിയില്ല, അതുപോലെ തന്നെ മെസ്സേജും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് തിരിച്ചറിയില്ല, നമ്മൾ അവരെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് അവർ അറിയത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബ്ലോക്ക് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺഫ്രണ്ട് ചെയ്യാം. പിന്നെ പ്രൊഫൈൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് മൊത്തത്തിൽ പേജിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ പ്രൊഫൈല് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ